ഒരു വിഗ്രഹത്തിൻ്റെതായിട്ടുള്ള ഒരു സംവിധാനത്തിന് കണക്ക് കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. എന്തിനാണ് ഈ കണക്ക്? ഒരു വിഗ്രഹം ഉണ്ടാക്കുമ്പോൾ ഒരു 4.5 അടി പൊക്കമുള്ള വിഗ്രഹം ആയിക്കോട്ടെ എന്ന് പറഞ്ഞാൽ പോലെ. ഇത് അങ്ങനെയല്ല. ഇത്ര യവം, ഇത്ര ദശതാല വിഗ്രഹം, നവതാല വിഗ്രഹം എന്നൊക്കെ പറഞ്ഞാൽ കണക്ക് പറയുന്നു. ഏത് യവത്തിലാണോ അതിനനുസരിച്ചാണ് അതിന്റെ യോനിയെ ചിട്ടപ്പെടുത്തുന്നത്. ഏത് ദിക്കിലേക്ക് വെക്കാം. ധ്വജയോനി എന്ന് പറയുന്ന കണക്കിലേക്ക് കൊണ്ടുവന്നാൽ സർവ്വസമ്മതമാണ്. എല്ലാ ദിക്കിലേക്കും നമുക്ക് ധ്വജയോനി വെക്കാം. അപ്പോൾ അതിന് ഏറ്റവും നല്ല എക്സാമ്പിളാണ് ഉത്സവമൂർത്തി. ഉത്സവമൂർത്തിയെ എടുത്ത് നമ്മൾ എല്ലാ ദിക്കിലേക്കും കൊണ്ടുപോകും. തെക്കോട്ടും വടക്കോട്ടും പടിഞ്ഞാട്ടും എല്ലാം തിരിയും. ഉത്സവമൂർത്തിയെ ചിലപ്പോൾ ചെരിച്ചും മറിച്ചും ഒക്കെ പിടിക്കും. ആനയുടെ മുകളിൽ കയറുമ്പോൾ ചെരിച്ചാ കയറുന്നത്. അപ്പം ഇതൊന്നും തന്നെയും അതിനെ ബാധിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അതിന്റെ കണക്ക് ധ്വജയോനിയിലാണ് ചെയ്യുന്നത്. എന്തിനാണ് ധ്വജയോനിയിൽ? അതേസമയത്ത് ഒരു ഉഴവ് ശില എടുത്ത് പ്രതിഷ്ഠിക്കുകയാണെങ്കിൽ ഇതൊന്നും വേണ്ട, കണക്ക് നോക്കാറില്ല. എന്തുകൊണ്ടാണ്? മുങ്ങി എടുത്ത് വെക്കുന്ന ഒരു ശിലയ്ക്ക് കണക്ക് നോക്കിയല്ല പ്രതിഷ്ഠിക്കുന്നത്. മനുഷ്യന്റെ കൈ തൊടുമ്പോഴേ ഉള്ളൂ ഇതിന് പോരായിക. പ്രകൃതിയാൽ ലയം വന്ന ഒരു വസ്തുവിന് പിന്നീട് പോരായികയില്ല. നമ്മുടെ കൈ തൊടുമ്പം ഇതിന്റെ ലയം പോവാണ്. പിന്നീട് ഇതിനെ ലയിപ്പിക്കണമെങ്കിൽ ഈ കണക്കിലേക്ക് കൊണ്ടുവരുമ്പോഴാണ് ഇതിനെ ഒരു ലയം ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നത്. അത് അന്ന് ആചാര്യന്മാർ തീരുമാനിച്ചതാണ് ഈ കണക്കുകൾ. അത് ഓരോ പ്രദേശത്തിനും ഓരോ കണക്കാണ്. അല്ലെങ്കിൽ ഇപ്പോൾ 72 കോൽ 72 സെന്റിമീറ്റർ ഒരു കോലായിട്ട് ഒറ്റ കണക്കായിട്ട് തീരുമാനിച്ച് കേരളം മുഴുവൻ ഈ ഒറ്റ കണക്കിലാണ് പോകുന്നത്. പലയിടത്തും അമ്പലങ്ങളും മരണച്ചിട്ടാണ്. സ്ഥലവും സമയവും അനുസരിച്ച് ഇതിന്റെ മാറ്റം വരുമെന്നുള്ളത് അടിസ്ഥാന നിയമം മാറുന്നില്ല. കാരണം എന്താ പറയുമോ, കേരളം മോളിൽ നിന്ന് ഇങ്ങോട്ട്, അവിടുന്ന് വടക്കുന്ന് ഇങ്ങോട്ട് ചെരുവ. അതുകൊണ്ടാണ് പണ്ട് ആലുവപ്പുഴയ്ക്ക് അപ്പുറത്തേക്ക് മാത്രമേ യാഗങ്ങൾക്കും ഒക്കെയുള്ള പറ്റിയ ഭൂമിയായിട്ട് കണക്കാക്കിയിട്ടുള്ളൂ. ഇങ്ങോട്ടൊന്നും കണക്കാക്കിയിട്ടില്ല. ഇപ്പോഴും നോക്കിക്കോ, ഇപ്പോഴും പല തെക്കുള്ള ക്ഷേത്രങ്ങളിൽ പോലും വടക്കുള്ള 10 ഇല്ലത്തിൽ നിന്ന് ആരെങ്കിലും വന്ന് ശാന്തി കഴിക്കണം എന്നൊക്കെ നിയമം ഇപ്പോഴും ഇല്ലേ. പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ വരെയില്ലേ. അത് വരാനുള്ള കാരണം എന്താണ്? ഈ ഭൂമിശാസ്ത്രപരമായ പ്രശ്നം കൊണ്ടാണ്.